എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളെ വഞ്ചിയൂർ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വധശ്രമം ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇതിനോടകം 8 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ടെങ്കിലും ആക്രമണത്തിന് നേതൃത്വം നൽകിയ പ്രധാനികളായ പ്രതികളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. വഞ്ചിയൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കനത്ത പോലീസ് സുരക്ഷയിലാണ് വൈദ്യ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. അവധി ദിവസമായ ഇന്ന് കോടതിയിലെത്തിയാണ് മജിസ്ട്രേറ്റ് റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കിയത്. ഇവരെ പൂജപ്പുര ജയിലിലേക്കാണ് മാറ്റുന്നത്. AR ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും കോടതിയിലേക്ക് കയറുമ്പോഴും പ്രവർത്തകർ പ്രതികളെ അഭിവാദ്യം ചെയ്ത് മുദ്രാവാക്യം വിളിച്ചു. പ്രതികൾക്കെതിരെ വധശ്രമം, ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അന്യായമായി സംഘം ചേരൽ തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഇവർക്ക് പെട്ടെന്ന് ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലെന്ന് ഉറപ്പായിരുന്നു. നിലവിൽ ആകെ 8 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ആദ്യം അറസ്റ്റിലായ 5 പേരെ കൂടാതെ ഇന്ന് 3 പേരെ കൂടി കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇതിൽ ഒരാളെ കോട്ടയത്ത് നിന്നും മറ്റു 2 പേരെ തിരുവനന്തപുരത്ത് നിന്നുമാണ് പിടികൂടിയത്. പ്രതികളായ കൗൺസിലർ IP ബിനു, മുൻ കൗൺസിലർ ആറ്റുകാൽ ഉണ്ണി എന്നിവരെ ഇതുവരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇവർക്ക് ഒളിവിൽ പോകാൻ പോലീസ് സൗകര്യം ചെയ്തു കൊടുത്തു എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഇന്നലെ ഇവരെ കസ്റ്റഡിയിൽ എടുക്കാൻ അവസരമുണ്ടായിട്ടും പോലീസ് അതിന് തയ്യാറായില്ലെന്നും ആരോപണമുണ്ട്. നിലവിൽ ഇവരുടെ വീടുകളിലടക്കം 40ഓളം സ്ഥലങ്ങളിൽ പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ട്. ബുധനാഴ്ചയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും കുടുംബാംഗങ്ങളുടെയും വീടുകളിലും CMRൽ എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത്. ഇതിൽ പിണറായി വിജയനും മകൾ വീണ വിജയനും ഉണ്ടായിരുന്ന തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിൽ പരിശോധന പൂർത്തിയാക്കി മടങ്ങിയ വനിത ഉൾപ്പെടെയുള്ള ED ഉദ്യോഗസ്ഥരെയാണ് CPM പ്രവർത്തകർ ആക്രമിച്ചത്. ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച 3 കാറുകൾ തല്ലി തകർത്തു. ED സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന CRPF ഉദ്യോഗസ്ഥ, ബാങ്ക് ഓഫീസർ, കാർ ഡ്രൈവർ ശ്യാംരാജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പിണറായിയുടെ വാടക വീടിന്റെ ഗേറ്റിന് പുറത്തേക്കിറങ്ങിയ ഉടൻ CPM പ്രവർത്തകർ കാറുകൾ ആക്രമിച്ചു. ചുടുകട്ടയും വടിയും പോലീസുകാരിൽ നിന്നും പിടിച്ചു വാങ്ങിയ ഹെൽമറ്റും ഷീൽഡും ഉപയോഗിച്ച് കാറിന്റെ ചില്ലുകളും തകർത്തു. ഏറെ പണിപ്പെട്ടാണ് വാഹനങ്ങൾ പോലീസ് പുറത്തേക്കു കടത്തിയത്. ആക്രമിക്കപ്പെട്ട ED ഉദ്യോഗസ്ഥർ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി. അതേസമയം ED ആക്രമണത്തിന് നേതൃത്വം നൽകിയത് തിരുവനന്തപുരത്തെ കുപ്രസിദ്ധ ഗുണ്ടകളെന്ന് മേയർ VV രാജേഷ് വ്യക്തമാക്കി. കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാനുണ്ടെന്നും അവരെ കണ്ടുപിടിക്കാതിരിക്കുന്നത് തിരുവനന്തപുരത്ത് കൂടുതൽ സംഘർഷത്തിന് സാധ്യതയുണ്ടാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരം നഗരത്തിന് നാണക്കേടാണ് ഉണ്ടായതെന്നും അടിയന്തരമായി അവരെ കണ്ടുപിടിക്കണമെന്ന് മേയർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.